എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അപ്പവും എഗ് പെപ്പർ മസാലയും തയ്യാറാക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഞാൻ നാട്ടിൽ നിന്ന് പോന്നപ്പോഴേ എൻ്റെ പ്രിയതമൻ പറഞ്ഞു ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, ഒന്നും കൊണ്ടുവരണ്ട. കാരണം ഞാൻ അരിപ്പൊടിയൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. നോക്കുമ്പോൾ ദേ ആകെ 1 കപ്പ് അരിപ്പൊടിയുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് വെള്ളവും 1 കപ്പ് അരിപ്പൊടിയും പിന്നെ ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നമ്മൾ നേരത്തെ കുറുക്കി വെച്ച് റവ ചെറിയ ചൂടോടുകൂടി അതും ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് ഒരു പാത്രത്തിലൊഴിച്ച് മൂടി വെക്കാം. എഗ് പെപ്പർ മസാല തയ്യാറാക്കാനായിട്ട് 4 കോഴിമുട്ട നമുക്ക് പുഴുങ്ങാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമ്മുടെ മാവ് അരച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞായിരുന്നു കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. ഇവിടെ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കെല്ലാം പൊളിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. വരയാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വരഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വരഞ്ഞു വെച്ച മുട്ടയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ഏലക്ക, 1 പട്ട, 2 ഗ്രാമ്പു, ഒരല്പം വലിയ ജീരകം കൂടിയിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 3 ഇടത്തരം സവാള ചെറുതായരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പില ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോഴത്തേക്കും 1 തക്കാളി നന്നായിട്ട് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. എൻ്റെ അപ്പച്ചട്ടിയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആകെ നാശമൊക്കെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ പ്രിയതമൻ ഇതിലാണ് പപ്പടം പൊരിക്കുന്നത്. പിന്നെ എന്നോട് പറഞ്ഞു പുതിയ അപ്പച്ചട്ടി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് ചുട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞു പോരാനൊക്കെ കുറച്ച് പാടായിരുന്നു കേട്ടോ. നമ്മുടെ എഗ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അവസാനം ഒരല്പം മല്ലിയിലയും കൂടി വിതറിയാൽ മതി. നമ്മുടെ അടിപൊളി എഗ് മസാലയും അപ്പവും തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോട് ഫോളോ ചെയ്യാനും മറക്കരുത്.